നിങ്ങളെല്ലാവരും ഓണ്ടർപ്രണേഴ്സ് ആണ് അല്ലേ? നിങ്ങളെല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാനെപ്പോഴും പറയുന്നതാണ്, നമ്മൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് പറയും. നിങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റിനെ പറ്റിയോ സർവീസിനെ പറ്റിയോ എക്സ്പ്ലെയിൻ ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതെങ്ങനെ പറയും? പറയാൻ കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ക്വാളിറ്റി സർവീസ് യു ഗിവ് അല്ലേ? അവർ പ്രോഡക്റ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് അല്ലേ? ഇതേപോലത്തെ പ്രോഡക്റ്റ് വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അവരുടേത് അങ്ങനെയല്ല, എൻ്റെത് ഇങ്ങനെയാണ്. ഇതെല്ലാം പറയുമ്പോഴും എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം ആരാണ് ഡെലിവർ ചെയ്യുന്നത് ഓൺ ദ ഗ്രൗണ്ട്? നമ്മളാണോ? എംപ്ലോയീസ് അല്ലേ? നമ്മൾ ഇത് പറയുന്ന ആരോടാ പറയാം? നമ്മൾ കാണുന്നവരോടൊക്കെ നമ്മളിത് പറയും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഓഫീസിലിരുന്നിട്ട് ഈ പറയുന്ന അതേ ക്വാളിറ്റി, നമ്മൾ പറയുന്ന ക്വാളിറ്റി ഉണ്ടല്ലോ, അയാൾ സംസാരിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന്. കസ്റ്റമറോട് ചോദിച്ചാൽ അറിയാം എന്ത് ക്വാളിറ്റിയിലാണ് സംസാരിക്കുന്നത് അല്ലേ? അവൻ എന്താണോ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് പറയുന്നത് ആ ക്വാളിറ്റിയുടെ ഡെഫിനിഷനാണ് ഞാൻ വേറൊരാട് വരുന്നത്, നമ്മൾ സൂപ്പറാണെന്ന്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറയുന്നത് അത് കോമൺ ആണ്, വെരി വെരി കോമൺ. അപ്പോൾ എന്താ വേണ്ടത്? അവിടെ നല്ല സ്റ്റാഫിൻ്റെ ഉണ്ടായിരിക്കണം ഈ പറയുന്ന ക്വാളിറ്റി കൊടുക്കാൻ. നമ്മളോട് ഇഷ്ടമില്ലെങ്കിൽ അവൻ്റെ മൊത്തം ഇമോഷനും ഈ കസ്റ്റമറോടെ തീർക്കാം ഇല്ലേ? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, ബിയോണ്ട് എ ലെവൽ യു കാൺ കൺട്രോൾ ഹൗ എ കസ്റ്റമർ ബിഹേവ് ടു എ കസ്റ്റമർ, അല്ല ഹൗ എ എംപ്ലോയി ബിഹേവ് ടു എ കസ്റ്റമർ. സോ ഇറ്റ്സ് ഓ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, Fintaxman, the mentor your business needs.